മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ് അനുമോൾ. കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയാൽ മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ ആദ്യം ആരെയാവും വിളിക്കുക, അവരോട് എന്തായിരിക്കും സംസാരിക്കുക, ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ആദ്യം തന്നെ അനീഷ് വരുന്നുണ്ട് സംസാരിക്കാൻ. അനീഷ്, ആര്യൻ, ഷാനവാസ് അങ്ങനെ 1-2 പേര് സംസാരിച്ചതിന് ശേഷം അനുമോൾ വരുന്നു. വിങ്ങിപ്പൊട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അനുമോള് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ആദിലെ പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നെ ആദില, നൂറ, നിവിൻ അവരെല്ലാം വന്ന് സംസാരിക്കുന്നു. ഇവർ സംസാരിക്കുന്ന സമയത്തും അനുമോള് സോഫയിലിരുന്ന് വിങ്ങിപ്പൊട്ടുകയാണ്. നല്ല രീതിയിൽ കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നുണ്ട്. അനുമോള് ഓരോന്നും ഓർത്താണ് കരയുന്നത്. ആദിലയും നൂറയും എല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്തുവാടി ഇത്, ഒരു ടാസ്ക് അല്ലേ എന്നൊക്കെ. എന്നിട്ടും അനുമോളുടെ ആ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും കുറച്ചധികം സമയമെടുത്ത് കൺട്രോൾ ചെയ്ത് അവസാനം അനുമോൾ ടാസ്ക് ചെയ്യുന്നതിനായി വരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആദ്യം വിളിക്കുന്നത് അച്ഛനെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അനുമോള് വീണ്ടും കരയുകയാണ്. എന്നിട്ട് ആദിലയെ വിളിക്കുന്നു. ആദില അനുമോളെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അതൊരു കോമഡി ആക്കാൻ വേണ്ടി ആര്യൻ പോയി ആദിലയും അനുമോളെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവരെ 3 പേരെ നെവീൻ പോയി കെട്ടിപ്പിടിക്കുന്നു. ഇതിനെല്ലാം ശേഷം അനുമോളെ കരച്ചിലൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം വിളിക്കുന്നത് അച്ഛനെ ആയിരിക്കും. അച്ഛൻ ഓക്കെ ആണോ എന്ന് മാത്രം ചോദിക്കും, വേറൊന്നും ചോദിക്കില്ല. പിന്നീട് ഞാൻ സംസാരിക്കുന്നത് ദേവനോടായിരിക്കും. ദേവൻ എൻ്റെ ചേച്ചിയുടെ മോനാണ്, എൻ്റെ സ്വന്തം മോനെ പോലെയാണ്. അവൻ എന്നെ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. ആ വിളി ഒന്ന് കേൾക്കണം, അത് മാത്രം മതി. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തായിരുന്നു അച്ഛനൊരു സർജറി വേണ്ടിയിരുന്നത്. ഞാൻ തിരിച്ചു വന്നിട്ട് അച്ഛന് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നതെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അങ്ങനെ എന്തായാലും അനുമോൾ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞു തീർത്തിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.